ഇജെന്താ വിളിക്കുമ്പോ ഷൂട്ട് ചെയ്യണ്ടെന്ന്? ഇന്ന് ഷൂട്ടായ ഒരു മൂടില്ലടാ. എന്താ കാരണം പറയും? ഞാന് എന്റെ വാപ്പ മരിച്ച് 10-24 കൊല്ലായില്ലേ. ഞാൻ എന്റെ വാപ്പാനെ ഓർത്തു പോയി. ജീവിച്ചിരിക്കുമ്പോ വാപ്പാനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അന്ന് ഇമ്മയും നമ്മളെ വീട്ടിൽ സാധാരണ ആളോ, നമ്മൾ എന്തുണ്ടാവുമ്പോഴും പ്രത്യേകിച്ച് ആൺമക്കൾക്ക് ഉമ്മാനോടാണ് അധികം സ്നേഹം ഉണ്ടാവുക. ശരിയാണ്. അപ്പോൾ ഞാൻ വാപ്പ എന്തെങ്കിലും ഉമ്മാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ വാപ്പാൻ്റെ അടുത്ത് വാപ്പാനോട് ഞാനും ചൂടാവും. കാരണം കുട്ടികളല്ലേ, നമുക്കൊന്നും അറിയില്ലല്ലോ. പക്ഷെ അത് ഏതിനാന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. വാപ്പ എന്തിനാണ് ഉമ്മാനായിട്ട് ബഹളം വെക്കുന്നത്, എന്താ കാരണം എന്നുള്ളത് അന്നൊന്നും അറിഞ്ഞില്ല. ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 മക്കളായി. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ വാപ്പാൻ്റെ വില അറിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നിസ്സാര കാര്യത്തിനൊക്കെ നമ്മൾ ഭാര്യമാരോട് നിസ്സാരക്കാരല്ല, എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ നമ്മൾ അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും എന്തെങ്കിലും ആകുമ്പോഴും നമ്മൾ ചൂടാവും. അപ്പോൾ മക്കളെ വിചാരം നമ്മൾ ഉമ്മാനായിട്ട് ദേഷ്യം പിടിക്കുക മക്കൾ ഉമ്മാൻ്റെ ഭാഗം കൂടുള്ളൂ. അതേമാതിരി നമ്മളെന്ന് പറഞ്ഞാൽ എനിക്ക് വാപ്പാൻ്റെ വില മനസ്സിലാക്കാൻ കാരണം അന്ന് പറഞ്ഞ വാപ്പാട് നമ്മൾ ചോദിക്കും, വാപ്പ ഇന്ന ഡ്രസ്സ് വേണം, ഇത്ര പൈസ വേണം. വാപ്പാൻ്റെ വാപ്പ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് അറിയുന്നില്ല. ഇന്നിപ്പോൾ ഞാനെന്ന് പറഞ്ഞത് എൻ്റെ മക്കൾക്ക് പഠിക്കണം, അതേമാതിരി വസ്ത്രം, അതേമാതിരി ഡോക്ടറെ കാണിക്കണം, എല്ലാത്തിനും ഞാനൊരു കൂലിപ്പണി കൊടുത്ത് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ സുഖങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്. എന്നാലും നമുക്കൊരു നമ്മളെ മനസ്സിലുള്ള എത്ര തള്ളാര് ഉമ്മാര് നോക്കണ അതേമാതിരി തന്നെ നമ്മളും മക്കളെ നോക്കുന്നുണ്ട്. നമ്മളെ ടെൻഷൻ നമ്മൾ മനസ്സിലെ ഒതുക്കുന്നുള്ളൂ, അവർ പ്രകടിപ്പിക്കും. എന്തുണ്ടെങ്കിലും അപ്പൊ അവര് പറയും എന്റെ ഉമ്മാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒരു മക്കള് പറയും. കാരണം എനിക്കറിയാം, ഞാനും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷെ വാപ്പാന്റെ വില അറിയണമെങ്കിൽ ആ വ്യക്തി കല്യാണം കഴിച്ച് മക്കളായാലാണ് വാപ്പാന്റെ വില അറിയുള്ളൂ. അതൊക്കെ ശരിയാണ് പറഞ്ഞത്. കാരണം നമ്മൾ എന്ന് പറഞ്ഞത് എന്ത് ഉമ്മാക്കാണ് സപ്പോർട്ട് ചെയ്യുക. കാരണം ആ വാപ്പ എത്ര ത്യാഗം സഹിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനൊരു വാപ്പയൊക്കെ മനസ്സിലായത്. കാരണം ഇപ്പൊ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, ഭാര്യക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് അറിയില്ല, മക്കൾക്ക് അത് ഇപ്പത്തെ മക്കൾക്ക് തീരെ അറിയില്ല. ഇപ്പത്തെ മക്കൾക്കല്ല, ആ മക്കൾ പിന്നെ അവര് ഒരു വാപ്പായി മാറണം. വാപ്പായി അറിഞ്ഞാൽ ആ വാപ്പാന്റെ വില അറിയുള്ളൂ. പക്ഷെ ജീവിച്ചിരിക്കുമ്പോ എന്റെ വാപ്പ എത്ര ത്യാഗം സഹിച്ചെന്നുള്ളത് മരിച്ചു കഴിഞ്ഞ ശേഷം ഞാനൊരു വാപ്പ അതിന്റെ ശേഷം എനിക്ക് മനസ്സിലാവുന്നത്. ആ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം. ഇന്നൊക്കെ പറയാനുള്ളത് മക്കളോട് ഉമ്മാനെയും സ്നേഹിക്കണം, വാപ്പാനെയും സ്നേഹിക്കണം, രണ്ടും തുല്യമായിട്ട് സ്നേഹിക്കണം. നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങള് ഉമ്മാനെ സ്നേഹിക്കുമ്പോൾ ആദ്യം ആൺകുട്ടിയോട് പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ളത്, ആ ഉമ്മാനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ വാപ്പാനെ സങ്കടം കണ്ടറിയണം. കാരണം ഇന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് വാപ്പാര് എത്ര ത്യാഗം സഹിക്കുമ്പോൾ മക്കളൊരു വില കൽപ്പിക്കുന്നില്ല. അവർക്കൊക്കെ തൻ്റെ ഉമ്മയാണ് എല്ലാമാണെന്ന് അവർ ചിന്തിക്കുന്നത്. കാരണം അതേമാതിരി തൻ്റെ വാപ്പയും അതേമാതിരി ടെൻഷൻ അടിക്കുന്നത് മക്കൾ ചിന്തിക്കുക. ആ ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ വാപ്പാനെ ഓർത്തു പോയി. എൻ്റെ വാപ്പാനോട് ഞാൻ എന്തിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പ പൊരുത്തപ്പെട്ടതെന്ന് എൻ്റെ വാപ്പാക്ക് പടച്ചോനെ, വാപ്പ മാത്രമല്ല വാപ്പ മൂത്താപ്പ എല്ലാവരും മരിച്ചു പോയി, പടച്ചോനെ നല്ലത് മാത്രം കൊടുക്കണം, സ്വർഗത്തിലാക്കി കൊടുക്കണം റബ്ബേന്ന് ഒറ്റൊരു പ്രാർത്ഥനയുള്ളൂ എനിക്ക്. എല്ലാരും ഒരുവിധമുള്ള വാപ്പ തന്താരും തള്ളാരും ഉണ്ടാകുമ്പോ അതിന്റെ വില അറിയില്ല. അതില്ലാതാവുമ്പോഴാണ് മക്കൾക്ക് അതിന്റെ വില അറിയുള്ളൂ. അതെ അതെ, നമ്മളിപ്പോ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യനെ അതേമാതിരി നോക്കണം, അതേമാതിരി തള്ളാരി നോക്കണം, തന്താരി നോക്കണം. ഭാര്യ അയച്ചിട്ട് മരിക്കരുത്, എന്നാ അതേമാതിരി എല്ലാരും നോക്കണം എന്ന് എൻ്റെ ഒറ്റ ഒരു അപേക്ഷകളും. അതുകൊണ്ട് ഇന്ന് നമുക്കൊന്ന് വീഡിയോ ഉണ്ട് ഷാജി, നാളെ നോക്കാം. അപ്പൊ എന്താ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ടെൻഷൻ വരാൻ കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലടാ, വീട്ടിലെന്തെങ്കിലും അത് സാധാരണ ഉണ്ടാവുന്ന ഒരു വീട്ടിൽ അപ്പൊ നമ്മള് മക്കളെ ഇതാക്കുമ്പോൾ ഭാര്യയായിട്ട് ഒരു ചെറിയ പ്രശ്നം നമ്മൾ മക്കൾ നമ്മളോട് ഉമ്മാനെന്താ കൊല്ലിയമാതിരി കാട്ടിയിട്ട് അവർക്കൊരു സംസാരം വരും. അപ്പൊ അതേമാതിരി എനിക്കും ഇതേമാതിരി ഉണ്ടായിരിക്കുന്ന അനുഭവം ഞാൻ പറഞ്ഞല്ലോ. ചെറുപ്പത്തില് വാപ്പ എന്തെങ്കിലും പറയുമ്പോ ഞാൻ വാപ്പാനോട് ചൂടാവും, എന്തിനാ എൻ്റെ ഉമ്മാനെ കാട്ടണമെന്നുള്ളത്. പക്ഷെ ആ വിലക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, വാപ്പാന്റെ വില ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇത് നിസ്സാര കാര്യമാവും. പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞ ലോല ഹൃദയമാണ്, അവർക്ക് ചെറിയ കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പ്രതികരിക്കും. നമ്മൾ മനസ്സിലാക്കും. എത്ര എല്ലാ മക്കളോടും പറയാനുള്ളത്, പ്രത്യേകിച്ച് ആൺകുട്ടികളോട്, ഞാനും അങ്ങനെ തന്നെ ഇരുന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ ഉമ്മാനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മൾ വാപ്പാനും സ്നേഹിക്കണം. കാരണം ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, വാപ്പ സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലെ വാപ്പാനെ ഒതുക്കോളും. കാരണം നമ്മൾ പ്രകടിപ്പിക്കില്ല, നമ്മൾ നല്ലൊരു വസ്ത്രം ധരിക്കില്ല. കാരണം നമുക്ക് നല്ല വസ്ത്രം ധരിക്കുക, എന്നോട് തന്നെ കുറേ ആൾക്കാർ നിജം പുള്ളിപ്പാവടി പുള്ളിത്തുണിയൊക്കെ ഇട്ട് നടക്കുന്നത്, നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് നടന്നുകൊണ്ടേയിരിക്കും. നല്ല വസ്ത്രങ്ങളുടെ ആഗ്രഹമില്ലായിട്ടല്ല, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പത്തിന് ഓരോരോ പ്രശ്നങ്ങൾ വരും, മക്കൾക്ക് ഓരോ അസുഖങ്ങൾ വരും, ഭാര്യയ്ക്ക് അസുഖങ്ങൾ വരും, വീട്ടിൽ ചിലവ് നടത്തണം, അത് ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ ത്യാഗം ചെയ്യുന്നത് നമ്മൾ വാപ്പാരാണ്. ഉമ്മാരും ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ
ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴുണ്ട് എല്ലാവരും പറയില്ല, ചില സ്ത്രീകൾക്കുള്ള ഒരു മുഖം കയറ്റിൽ, ഒരു മുഖം ദേഷ്യം പിടിച്ച് കയ്യിൽ. അപ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ഒരു വിഷമാണ്. അപ്പോൾ കഴിയുന്നതും ഇത് കാണുന്നത് ആരും ഉണ്ടെങ്കിൽ അവരെ ഭർത്താക്കന്മാരെ കഴിയുന്നതും നമ്മൾ ഒരു ടെൻഷൻ കൊടുക്കരുത്. കാരണം അത്രയും ത്യാഗം ചെയ്യണം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ വാപ്പാർക്കും മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലികം ഞങ്ങളിവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.